നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതേപോലെ തന്നെ പഞ്ചാബ് എഫ്.സിയുടെയും ലൈനപ്പ് തന്നെയാണ്. ഫെബ്രുവരി 12-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൻ്റെ ലൈനപ്പാണ് നമ്മൾ എടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ലോക ഫുട്ബോൾ രാജാക്കന്മാരുടെ ജന്മദിനമാണിന്ന്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അതേപോലെ തന്നെ നെയ്മറിൻ്റെയും ജന്മദിനമാണ്. എല്ലാ ആരാധകരും താഴെ കമൻറ്റ് ബോക്സിൽ ഇരു താരങ്ങൾക്കും ജന്മദിനം ആശംസിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്.സിയും നേരിട്ടത് ആകെ ഒരു മത്സരം തന്നെയാണ് ISL-ൽ. കാരണം നമുക്കറിയാം, ഈ സീസണിൽ പുതിയതായിട്ട് സൈൻ ചെയ്ത ടീമായിരുന്നു പഞ്ചാബ് എഫ്.സി. അതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ്.സി കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബാംഗ്ലൂർ എഫ്.സിക്കെതിരെ. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വമ്പൻ തയ്യാറെടുപ്പോടെ തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വമ്പൻ മാറ്റങ്ങൾ നടത്തുന്നത്. ഇതിനു മുമ്പ് പഞ്ചാബ് എഫ്.സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ ഒരു ഗോളിൻ്റെ വിജയം ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. ഡിമിട്രിയോസ് ഡയമൻഡക്കോസിൻ്റെ പെനാൽറ്റിയിലൂടെ രണ്ടാം പകുതിയിലായിരുന്നു ഗോൾ നേടിക്കൊടുത്തത്. അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം കരസ്ഥമാക്കിയത്. പഞ്ചാബ് എഫ്.സി മികച്ച ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ 3 ഗോളുകൾക്ക് വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്തായാലും പഞ്ചാബ് എഫ്.സിനെയും പേടിക്കേണ്ട ടീം തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് തന്നെ നോക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്ത് വിശ്വസ്തനായ സച്ചിൻ സുരേഷ് തന്നെ കാണുമായിരിക്കും. അതേപോലെ തന്നെ പ്രീതം കോട്ടാൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാർക്കോ ലെസ്കോവിച്ച് തന്നെ. മിലോസ്, അതേപോലെ തന്നെ നവോച്ച സിംഗ്. അസറിന് പകരം മിക്കവാറും KP രാഹുൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പരിക്ക് മൂലം KP രാഹുൽ പുറത്തു ആയിരുന്നു. എന്തായാലും രാഹുൽ വരാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഡാനിഷ് ഫറൂഖിന് പകരം മറ്റൊരു താരത്തിനെ ഇറക്കി കളിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുമായിരിക്കും. അതേപോലെ തന്നെ വിദേശ താരമായ ഡൈസൂക്കിക്ക് പകരം പുതിയ വിദേശ താരമായ ഫെഡർ മിക്കവാറും ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്താൻ സാധ്യത കാണുന്നുണ്ട്. ഡൈസൂക്കിനെ നമുക്ക് ഫസ്റ്റ് 11-ൽ അടുത്ത മത്സരത്തിൽ മിക്കവാറും കാണാൻ സാധിക്കില്ല. പകരം ഫെഡറിനെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഐമൻ നിഹാൽ സ്ട്രൈക്കർ സ്ഥാനത്ത് ഡിമിട്രിയസ് ഡയമൻഡക്കോസ് തന്നെ ഉണ്ടാകുമെന്ന് 100% ഉറപ്പിക്കാം. എന്തായാലും ഇതാണ് പോസിബിൾ ലൈനപ്പ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ എത്ര ഗോളിന് വിജയിക്കാൻ സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.